99% നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഇന്റർവ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഓടിച്ചു വിടാം എന്തൊക്കെയാണ് ഡാറ്റ ടൈപ്സ്, ഏതൊക്കെയാണ് അതിന്റെ ടൈപ്സ് എന്നുള്ളത്. അപ്പം ഒന്നാമത്തത് നമുക്കുള്ളത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രിങ് ഉണ്ട്, നമ്പർ ഉണ്ട്, നൾ ഉണ്ട്, അൺഡിഫൈൻഡ് ഉണ്ട്, പിന്നെ ബൂളിയൻ, സിമ്പിൾ ആൻഡ് ബിഗിൻഡ്. ഈ സിമ്പിളും ബിഗിൻഡും പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു രണ്ട് തരം ഡാറ്റ ടൈപ്പാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ES6 ഫീച്ചറാണ്. ബിഗിൻഡ് എന്ന് പറഞ്ഞാൽ ES6ന് ശേഷം ജാവാസ്ക്രിപ്റ്റിലേക്ക് ആഡ് ചെയ്ത പുതിയൊരു ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ഈ ഓരോ ഡാറ്റ ടൈപ്പിനെ പറ്റും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. അത് ഇതിൽ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ അത് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാത്തത്. ഇനി നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അറേ, ഒബ്ജക്റ്റ്, ഫങ്ഷൻ, ഡേറ്റ്, സെറ്റ്, മാപ്പ്, അങ്ങനെ ഒരുപാടുണ്ട്. അത് എന്താ പറയുക, നമുക്ക് ഈ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞ പോലെ 7 നമ്പർ അല്ലെങ്കിൽ 8 നമ്പറിൽ നിന്ന് ഒതുക്കാൻ പറ്റില്ല. എന്തൊക്കെ കാര്യങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നോ അതൊക്കെ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ റെഫറൻസ് ഡാറ്റ ടൈപ്പ് എന്നും വിളിക്കാം. ഇനി ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പും പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പും മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്തത്. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇൻക്ലൂഡ് ചെയ്താലും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അത് എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ആണ് ജാവാസ്ക്രിപ്റ്റ് ഉള്ളതെന്ന് ഇന്റർവ്യൂവർ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിമിറ്റീവ് ഉണ്ടെന്ന് പറയാം, നോൺ പ്രിമിറ്റീവ് ഉണ്ടെന്ന് പറയാം. എന്നിട്ട് അതിൽ പ്രിമിറ്റീവിന്റെ കുറച്ച് എക്സാമ്പിൾ, നോൺ പ്രിമിറ്റീവിന്റെ കുറച്ച് എക്സാമ്പിൾ, അത്ര മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയ്ക്ക് വരും. ഗുഡ് ബൈ.